Hey guys, welcome back to NKL. So guys, അപ്പോൾ നമ്മൾ ഇന്ന് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ പ്രിവ്യൂ കണ്ട ആ ഒരു കിഡിലൻ ഷെയ്ക്ക് എഫക്റ്റ് അങ്ങനെ വളരെ സിമ്പിളായിട്ട് അലൈറ്റ് മോഷനിൽ ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ്. സോ അതിൻ്റെ സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. സോ അതിനോട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ മുഴുവനായി സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. സോ ഗൈസ് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. സോ ഗൈസ്, അപ്പോൾ അതിനോട് ഞാനിവിടെ അലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു റേഷ്യോയിൽ ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. ഞാൻ ഇപ്പോൾ ഈ ഒരു റേഷ്യോയിലാണ് പ്രൊജക്റ്റ് എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ, ഇപ്പോൾ ഞാൻ ഒരു 3 ക്ലിപ്പാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ ഞാൻ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാം. സോ ഫസ്റ്റ് ഒരു ബീറ്റ് ആഡ് ചെയ്യുക, അതുപോലെ സെൻറ്ററിൽ അതുപോലെ എൻഡിലായിട്ട് ഇതുപോലെ 3 ബീറ്റ് നിങ്ങൾ ആഡ് ചെയ്യുക. ഇത് നമ്മൾ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഒബ്ജക്റ്റിൽ വന്ന ശേഷം നൾ ഒബ്ജക്റ്റ് ആഡ് ചെയ്യുക. ദെൻ ഈ ഒരു ക്ലിപ്പിൻ്റെ എൻഡിലായിട്ട് വന്നിട്ട് കട്ട് ചെയ്യുക. ആ ഒരു ക്ലിപ്പിന് കണക്കായിട്ട് ഇതേപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുക. അതായത് നമ്മൾ ആ ഒരു ക്ലിപ്പ് സെലക്ട് ചെയ്യുക. നമ്മൾ ഈ മുകളിലുള്ള ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നൾ 1ലേക്ക് അത് ലെയർ പേരൻറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതായത് നമ്മൾ ആ ഒരു നൾ ലെയർ സെലക്ട് ചെയ്യുക, മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ വരിക, സ്കെയിൽ ടൂളിൽ വന്നിട്ട് സെൻറ്ററിലായിട്ടൊരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. അതുപോലെ ഫസ്റ്റിലൊരു കീ ഫ്രെയിം, എൻഡിലൊരു കീ ഫ്രെയിം, ഇതുപോലെ 3 കീ ഫ്രെയിംസ് ആഡ് ചെയ്യുക. സോ ഫസ്റ്റ് നമ്മളൊരു ബേസിക് ആയിട്ടുള്ള ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു സൂം ട്രാൻസിഷനാണ് കൊടുക്കുന്നത്. സോ ഈ ഒരു രീതിക്ക് നിങ്ങൾ സൂം ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ക്ലിപ്പ്. ദെൻ ആ ഒരു കീ ഫ്രെയിം വന്ന് ഫസ്റ്റിലേക്ക് സെറ്റ് ചെയ്യുക. ദെൻ രണ്ടാമത്തെ കീ ഫ്രെയിമിൻ്റെ വാല്യൂവും അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, സൂം ചെയ്ത് കൊടുക്കുക. ദെൻ അതും വന്ന് ഇതേപോലെ എൻഡിലേക്ക് സെറ്റ് ചെയ്യുക. ദെൻ ഇതിൻ്റെ രണ്ടിൻ്റെ സെൻറ്ററിലായിട്ട് വന്നിട്ട് നമുക്കൊരു കർവ് അപ്ലൈ ചെയ്യണം. സോ ഞാനിപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന ഈ ഒരു കർവ് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു 2 കീ ഫ്രെയിംസിൻ്റെ സെൻറ്ററിലായിട്ട് കൊടുക്കുക. ദെൻ രണ്ടാമത്തേലും വന്ന് അത് പേസ്റ്റ് ചെയ്യുക. ദെൻ ഇതേപോലെ റൊട്ടേറ്റ് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു രീതിക്കുള്ള ഒരു സൂം ഇൻ സൂം ഔട്ട്, ഈ ഒരു രീതിക്കുള്ള ഒരു എഫക്റ്റ് നമുക്കിവിടെ വളരെ സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ദെൻ സെയിം നമ്മൾ ഇപ്പുറവും ക്രിയേറ്റ് ചെയ്യണം, ഈ ഒരു ലെയറിനും ക്രിയേറ്റ് ചെയ്യണം. സോ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഒബ്ജക്റ്റിൽ വരാൻ നൾ ഒബ്ജക്റ്റ് സെറ്റ് ചെയ്യുക ഇതേപോലെ. ദെൻ എൻഡിലായിട്ട് വന്നിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. സെയിം പ്രോസസ്സ് മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ സെൻറ്ററിൽ ഒരു കീ ഫ്രെയിം, ഫസ്റ്റ് ഒരു കീ ഫ്രെയിം, എൻഡിലായിട്ടൊരു കീ ഫ്രെയിം. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, നേരത്തെ ചെയ്ത് കൊടുത്ത പോലെ തന്നെ അതിന് മുമ്പ് നമ്മളിതൊന്ന് പാരൻറ്റ് ചെയ്യണം. സോ നമ്മൾ താഴെയുള്ള ലെയർ സെലക്ട് ചെയ്യുക, ഇവിടെ സെലക്ട് ചെയ്തിട്ട് നൾ 2 കൊടുക്കുക. അപ്പോൾ നമുക്കിത് പാരൻ്റായി കിട്ടിയിട്ടുണ്ടാവും. അതിന് ശേഷമാണ് നമ്മൾ ഇതേപോലെ കീ ഫ്രെയിംസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യേണ്ടത്. ഇതേപോലെ ഫസ്റ്റിലും അതുപോലെ എൻഡിലുമായിട്ട് കീ ഫ്രെയിം ആഡ് ചെയ്യുക. നമ്മൾ ഇതേപോലെ സൂം ചെയ്ത് കൊടുക്കുക. അപ്പോൾ സൂമിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കൊടുക്കുക. ഓക്കെ, നല്ല സൂം ആണെന്നുണ്ടെങ്കിൽ ആ റേഞ്ചിൽ കൊടുക്കുക. ഓക്കെ, അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. നിങ്ങൾ എടുക്കുന്ന ക്ലിപ്പ് അതുപോലെ അതിൻ്റെയൊക്കെ ഇതുപോലെ ഇരിക്കും നിങ്ങൾ കൊടുക്കുന്ന സൂം കാര്യങ്ങളൊക്കെ. സോ ഇപ്പോൾ ഞാൻ ഒരു രീതിക്ക് നല്ലൊരു സൂം കൊടുത്തിട്ടുണ്ട്, കാരണം കർവും കൂടെ കൊടുക്കുമ്പോൾ അത് കറക്റ്റായി സ്യൂട്ടായി വരും. കണ്ടില്ലേ, ഈ ഒരു രീതിക്ക് കറക്റ്റായി നമുക്കത് കിട്ടും. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെയും പേസ്റ്റ് ചെയ്യുക. ദെൻ നമ്മൾ റൊട്ടേറ്റ് ഓപ്ഷൻ കൊടുക്കുക. സോ ഇവിടെയും നമ്മളിപ്പം കർവും കാര്യങ്ങളൊക്കെ കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. സെയിം കർവ് തന്നെയാണ് കൊടുക്കേണ്ടത്. സോ നമുക്കിത് ഈ ഒരു രീതിക്കുള്ള ഒരു എഫക്റ്റ്, ഒരു സൂം ട്രാൻസിഷൻ നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റത്തെ ക്ലിപ്പിൽ വരിക, അതായത് നമ്മൾ ഈ നള്ള് കൊടുത്ത ആ ഒരു ഫസ്റ്റത്തെ ക്ലിപ്പിലേക്ക് വരിക, എഫക്ട്സ് ആഡ് എഫക്ട്സ് എടുക്കുക. ഇതിൽ നമ്മൾ ടൈൽസ് എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. അതിൽ നമ്മൾ മിറർ ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കുക. ദെൻ ഇതിൽ നമ്മൾ ഓസിലേറ്റ് വെച്ചാണ് ഷെയ്ക്ക് കൊടുക്കാൻ പോകുന്നത്. സോ എഗെയിൻ ആഡ് എഫക്ട്സ് വരാം, മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ വരിക, ഓസിലേറ്റ് എഫക്റ്റ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമ്മൾ ആംഗിൾ വന്ന് 45 ആയിരിക്കും ഉണ്ടാവും, അത് നമ്മളൊന്ന് 0ലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ദെൻ ഇവിടെ ഫ്രീക്വൻസി 2 ഉണ്ടാവും, അത് നമ്മൾ ചേഞ്ച് ഒന്നും ചെയ്യേണ്ട. ദെൻ ഇതേപോലെ 2 കീ ഫ്രെയിംസ് ആഡ് ചെയ്യുക. ഫസ്റ്റിലും എൻഡിലായിട്ടാണ് ഈ ഒരു കീ ഫ്രെയിംസ് വരുന്നത്. രണ്ടാമത്തെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ ഒന്ന് 0 ആക്കിയിട്ട് നമ്മൾ എൻഡിലേക്ക് സെറ്റ് ചെയ്യുക. ഫസ്റ്റുള്ള കീ ഫ്രെയിമിൻ്റെ വാല്യൂ പറഞ്ഞാൽ നമ്മൾ 300ലേക്ക് സെറ്റ് ചെയ്യുക. അത് ഇതേപോലെ ഫസ്റ്റിലേക്കും സെറ്റ് ചെയ്യുക. ഇവിടെ വന്ന് നമ്മളൊരു കർവ് കൊടുക്കണം. നമ്മൾ നേരത്തെ കൊടുത്ത ഈ ഒരു കർവ് തന്നെ കൊടുത്താൽ മതി. നമ്മൾ ഈ ഒരു രീതിക്ക് കർവ് കൊടുക്കുക. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, ബാക്ക് വരിക. ദെൻ നമ്മൾ എഗെയിൻ നമ്മൾ എന്ത് ചെയ്യുക, ഓസിലേറ്റ് എഫക്റ്റ് ഒന്നുകൂടെ ആഡ് ചെയ്യുക. ഇതിൽ വന്നിട്ട് ആംഗിൾ വന്ന് നമ്മൾ 90 ഡിഗ്രി ആക്കി കൊടുക്കുക. ദെൻ ഫ്രീക്വൻസി വന്ന് നമ്മളൊരു 4ലേക്ക് സെറ്റ് ചെയ്യുക. ദെൻ മാഗ്നറ്റ്യൂഡിൽ നമ്മൾ ഫസ്റ്റിലും എൻഡിലും ആയിട്ടൊരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. ഇതിൽ നമ്മൾ ഫസ്റ്റത്തെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ നമ്മൾ 0ലേക്ക് സെറ്റ് ചെയ്യുക. ആ ഒരു കീ ഫ്രെയിം ഫസ്റ്റിലേക്ക് സെറ്റ് ചെയ്യുക. രണ്ടാമത്തതിൻ്റെ വാല്യൂ വന്നൊരു 150 ആക്കുക. ദെൻ ഇത് എൻഡിലായിട്ടും സെറ്റ് ചെയ്യുക. ദെൻ ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് നേരത്തെ കൊടുത്ത കർവ് പേസ്റ്റ് ചെയ്തിട്ട് റൊട്ടേറ്റ് ഓപ്ഷൻ കൊടുക്കുക. ഓക്കെ, ദെൻ നമ്മൾ ബാക്ക് വരാം. നമ്മൾ എഗെയിൻ ആഡ് എഫക്ട്സിലേക്ക് വരാം, ബ്ലറിൽ വരാം. ബ്ലറിൽ വന്ന ശേഷം നമ്മളിതിൽ മോഷൻ ബ്ലർ എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെ മോഷൻ ബ്ലർ വന്ന് നമ്മൾ ഫുള്ളാക്കി കൊടുക്കുക ഇതേപോലെ. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിലും 3 കീ ഫ്രെയിംസ് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ ഫസ്റ്റ്, സെൻറ്ററിൽ അതുപോലെ എൻഡിലായിട്ട് 3 കീ ഫ്രെയിംസ് കൊടുക്കുക. ഇതിൽ സെൻറ്ററിലെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ മാത്രം നമ്മൾ 0 ആക്കി കൊടുക്കുക, ബാക്കി 2 ഫുള്ളാക്കി കൊടുക്കുക ഇതേപോലെ. ഓക്കെ, അപ്പോൾ ഇത് കറക്റ്റ് ചെയ്ത ശേഷം നമ്മളിവിടെ ഈ ഒരു കർവാണ് കൊടുക്കുന്നത്. മൂന്നാമത്തെ കർവ് കൊടുക്കുക, ഫസ്റ്റ് 2 കീ ഫ്രെയിമിൻ്റെ സെൻറ്ററിലായിട്ട്. മറ്റൊരിടത്ത് നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത ഒരു കർവ് കൊടുത്തിട്ട് റൊട്ടേറ്റ് ഓപ്ഷൻ കൊടുക്കുക. ഓക്കെ, ഇതാണ് നമ്മൾ കൊടുക്കേണ്ട കർവ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്കിത് ഈ ഒരു രീതിക്ക് ഒരു ഷേക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് എക്സ്പോഷർ ആൻഡ് ഗാമ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യുക. നമ്മൾ കളർ ആൻഡ് ലൈറ്റിൽ വന്നിട്ട് എക്സ്പോഷർ ആൻഡ് ഗാമ ആഡ് ചെയ്യുക.
അതിലും വന്ന് നമ്മൾ എന്ത് ചെയ്യുക 3 കീ ഫ്രെയിംസ് തന്നെയാണ് ആഡ് ചെയ്യേണ്ടത്. ഫസ്റ്റിൽ, എൻഡിൽ, അതുപോലെ സെൻറ്ററിൽ. സോ സെൻറ്ററിലുള്ള 0, ദെൻ ഫസ്റ്റ് ഉള്ളതിൻ്റെ വാല്യൂ ഒന്നൊരു 0.5 അല്ലെങ്കിൽ 4ലേക്ക് സെറ്റ് ചെയ്യുക. നിങ്ങളുടെ ക്ലിപ്പിൻ്റെ എക്സ്പോഷർ അനുസരിച്ച് സെറ്റ് ചെയ്യുക. അതുപോലെ നമ്മൾ എൻഡിലുള്ളതിൻ്റെ വാല്യൂ, ഫസ്റ്റ് കൊടുത്ത വാല്യൂ തന്നെ നമ്മൾ എൻഡിലും കൊടുക്കുക, ഇതേപോലെ സെറ്റ് ചെയ്യുക. സോ ഇവിടെയും വന്ന് നമ്മൾ നേരത്തെ മോഷൻ ബ്ലറിന് കൊടുത്ത കണക്കുള്ള കർവ് കൊടുക്കുക. അതായത് ഫസ്റ്റ് ഈ ഒരു തേർഡ് കർവ് കൊടുക്കുക, ദെൻ രണ്ടാമതായിട്ട് വന്നിട്ട് നമ്മൾ ഈ ഒരു കർവ് കൊടുത്ത് റൊട്ടേറ്റ് ഓപ്ഷൻ കൊടുക്കുക. ഓക്കെ, ഇത്രയും ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ഈ ഒരു കർവ്, അതായത് ആ ഒരു എഫക്ട്സ് കംപ്ലീറ്റ് ആയിട്ട് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്ത ശേഷം നമ്മൾ അടുത്തൊരു ക്ലിപ്പിലേക്ക് വരിക, ഇവിടെ ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇവിടെ പേസ്റ്റ് ചെയ്ത ശേഷം നമ്മളിതിൽ ചെറിയൊരു അറേഞ്ച്മെൻറ്റ് ചെയ്യണം. നമ്മൾ ഓസിലേറ്റ് ഫസ്റ്റ് കൊടുത്ത് ഓസിലേറ്റ് ഓപ്പൺ ചെയ്യുക. ഇവിടെ നമ്മൾ ഫസ്റ്റ് ഒന്ന് 300-ഉം എൻഡിലായിട്ട് 0 ആണ് കൊടുത്തിട്ടുള്ളത്. സോ അത് നമ്മൾ നേരെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റിൽ 0, എൻഡിൽ 300 എന്നുള്ള ആ ഒരു വാല്യൂ നേരെ തിരിച്ചു കൊടുക്കുക. ദെൻ ഇവിടെ നമ്മൾ ഈ ഒരു ഔട്ട് കർവ് കൊടുക്കുക. ഓക്കെ, ഈ ഒരു കർവ് റൊട്ടേറ്റ് ചെയ്തിട്ട് ഈ ഒരു കർവ് കൊടുക്കുക. ഓക്കെ, ദെൻ നമ്മളത് ക്ലോസ് ചെയ്യുക. അടുത്ത ഒരു എഫക്റ്റ്, അതായത് അടുത്ത ഓസിലേറ്റ് എഫക്റ്റ് ആഡ് ചെയ്താൽ നമുക്ക് ഫസ്റ്റ് 0-യും എൻഡിൽ 150 ആയിരിക്കും ഉണ്ടാവുക. അത് നമ്മൾ നേരെ തിരിച്ചു കൊടുക്കുക. കീ ഫ്രെയിം ഫസ്റ്റിൽ 150 ആയി കൊടുക്കുക, അതുപോലെ എൻഡിൽ വന്ന് 0 ആയി കൊടുക്കുക. ഇതിൻ്റെ കർവ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ കോപ്പി ചെയ്ത ഈ ഒരു കർവ് ഒന്ന് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. സോ നമ്മളെ എഫക്ട്സ്, ആ ഒരു എഫക്റ്റും ട്രാൻസിഷനൊക്കെ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ നിങ്ങൾ ഇനി ക്ലിപ്പ് ആഡിൽ ഈ ഒരു ട്രാൻസിഷൻ അല്ലെങ്കിൽ ഈ ഒരു എഫക്റ്റാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആൾട്ടർനേറ്റീവായിട്ട് കൊടുക്കുക. ഫസ്റ്റുള്ള ഇനിയിപ്പോൾ മൂന്നാമത് വരുന്ന ക്ലിപ്പിന് ഈ ഒരു രണ്ടാമതുള്ള ആ ഒരു ക്ലിപ്പിൻ്റെ ട്രാൻസിഷൻ കോപ്പി ചെയ്ത് കൊടുക്കുക. അതുപോലെ രണ്ടാമതുള്ളതിന് ഒന്നിടവിട്ട് ഈ ഒരു രീതിക്ക് കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ ഒരു വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഇനി ഇതേപോലെ എഡിറ്റിംഗ് വീഡിയോസ് ലഭിക്കാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്.